ആ സംവാദത്തിന് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഏറ്റവും മികച്ച ഒരു തീരുമാനമാണ്. അത് ബി ജെ പിയുടെ താല്പര്യവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ബി ജെ പി പ്രവർത്തകരുടെ ആത്മാഭിമാനവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു തീരുമാനമാണ്. മറിച്ചാണ് അദ്ദേഹം തീരുമാനിക്കുന്നതെങ്കിൽ ബി ജെ പി പ്രവർത്തകർ നിന്ന് കുഴഞ്ഞു പോകാനെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആ തീരുമാനത്തിൽ തുടരുന്നതാണ് അതിന് നല്ലത്. നിയമത്തിൻ്റെ കാര്യം എടുത്തിട്ട് ശിവൻകുട്ടി പറയും, രാജഗോപാൽ എം എൽ എ ആയിരുന്നപ്പോഴും ഞാൻ എം എൽ എ ആയിരുന്നപ്പോഴും ഉണ്ടായിട്ടുള്ള മാറ്റം എന്താണെന്ന് ആ സദസ്സിൽ ശിവൻകുട്ടി വിശദീകരിക്കില്ലേ? അതിൻ്റെ കണക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ച് നോക്കിയാൽ അപ്പോൾ രാജീവ് തീരുമാനിക്കും ചർച്ചയ്ക്ക് പോകണ്ട എന്ന്. രാജഗോപാൽ ഒരു സമ്പൂർണ്ണമായ പരാജയമായിരുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. നിയമസഭയ്ക്കകത്തും പുറത്തും അദ്ദേഹം മണ്ഡലം ഒന്ന് കംപ്ലീറ്റ് വിസിറ്റ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. പ്രായാധിക്യത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും കേട്ടോ. അദ്ദേഹത്തിന് ആൾക്കാർക്ക് ആക്സസിബിൾ അല്ലായിരുന്നുള്ള ഗുരുതരമായ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ശിവൻകുട്ടിയുടെ കാലത്ത് അവിടെ സ്കൂളുകളിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം, റോഡുകളുടെ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം വിസിബിളാണ് ആ മണ്ഡലത്തിൽ. അതവിടെ നിൽക്കെ രാജീവ് ചന്ദ്രശേഖരൻ പോയിട്ട് വെല്ലുവിളിച്ചാൽ എന്താ വിളിച്ചു പറയാം? ഇനി ഭരണകർത്താവ് നിൽക്കി രാജീവ് ചന്ദ്രശേഖർ നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു എന്നാണ് കിട്ടിയത്. ഭരണം അദ്ദേഹത്തിന് കിട്ടിയ ഒരു സന്ദർഭമല്ല അത് രാജ്യസഭ വഴി കിട്ടിയതാണ്. അപ്പോൾ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം പണ്ട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ നമ്മൾ 10-15 വർഷം പിന്നിലാണ്. ഈ ഭരണകൂടങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന നോൺ ബി ജെ പി ഭരണകൂടങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല എന്ന്. എന്നാൽ സെമി കണ്ടക്ടറുകളുടെ കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നമ്മൾ കുറേ മുന്നോട്ട് പോയോ? ഡാറ്റ എടുത്ത് നോക്ക്, ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹം IT ഡിജിറ്റൽ മന്ത്രിയായിരുന്നു. ഡാറ്റ പ്രൈവസിയുടെ കാര്യത്തിൽ അടക്കമുള്ള IT നിയമങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ടാണ് പോയത്? അല്ലല്ലോ. വലിയ വിവാദങ്ങളുടെ നടുവിലാണ് ഇപ്പോഴുള്ളത്. അന്നുണ്ടാക്കിയ നിയമമൊക്കെ ഭയങ്കരമായ ആക്ഷേപങ്ങൾ കേട്ടില്ലേ? അപ്പോൾ അദ്ദേഹം ഭരണാധികാരിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് പേഴ്സണലി എന്തെങ്കിലും രാജ്യത്തിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞെന്ന് ചോദിച്ചാൽ അദ്ദേഹം വിമർശനങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിട്ടുള്ള രാജഗോപാൽ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായിരിക്കും. മണ്ഡലത്തിൽ മോശം പെർഫോമൻസിൻ്റെ പേരിൽ പിന്നെ വന്ന കുമ്മൻ രാജശേഖരൻ ഗംഭീരമായി തോറ്റുപോവാണ് ചെയ്തത്. അതെന്തായിരുന്നു? ബി ജെ പിക്ക് ഒരു തവണ ഒരു അവസരം കൊടുത്തതിൻ്റെ ഗുണമാണ്. ആൻഡ് ദെൻ ശിവൻകുട്ടി കൊണ്ടുവന്നിട്ടുള്ള സംഗതികളുടെ വിസിബിളാണ്. ആ മണ്ഡലത്തിന് പുറത്ത് തന്നെ കേരളത്തിലാകമാനം ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഏറ്റവും സ്വീകാര്യതയുള്ള മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അത് ശിവൻകുട്ടിയാണ്. ആ ശിവൻകുട്ടിയോട് വർത്തമാനം പറയാൻ പോയാൽ വർത്തമാനം വൃത്തിക്ക് പറയാൻ പറ്റില്ല എന്നുള്ള ഒന്നാമത്തെ പോയിന്റ്. ആ പോയിൻ്റോടെ മാറ്റി നിർത്തിയാൽ തന്നെയും അദ്ദേഹത്തിന് പറയാൻ പോയിന്റുകളില്ല എന്നുള്ള സീൻ വരും. അത് അദ്ദേഹം മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിൻ്റെ PR ടീം മനസ്സിലാക്കുന്നു. എത്ര ചോദ്യം ചോദിക്കാം? കളമശ്ശേരി സ്ഫോടനം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞ വൃത്തികെട്ട വാക്ക് കൊടും വിഷമെന്ന് അന്ന് പിണറായി വിജയൻ വിളിച്ചത്. അത് ഇതുവരെ അദ്ദേഹം തിരുത്തി പറഞ്ഞിട്ടില്ല. മാർട്ടിൻ പിടിക്കപ്പെട്ട ശേഷവും ആ ഒറ്റ ചോദ്യം ചോദിച്ചാൽ അതിൽ കിടന്ന് കുരുങ്ങിപ്പോയില്ലേ രാജീവ് ചന്ദ്രശേഖർ? അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന ഏകവിഷയമായ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പോലും ചോദിച്ചു അദ്ദേഹം ചൂടാവും. കാരണം സ്ഥാനം എല്ലാവരും. സോ അതുകൊണ്ട് അദ്ദേഹം ആ സംവാദത്തിന് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് ഏറ്റവും മികച്ച ഒരു തീരുമാനമാണ്. അത് ബി ജെ പിയുടെ താല്പര്യവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ബി ജെ പി പ്രവർത്തകരുടെ ആത്മാഭിമാനവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു തീരുമാനമാണ്. മറിച്ചാണ് അദ്ദേഹം തീരുമാനിക്കുന്നതെങ്കിൽ ബി ജെ പി പ്രവർത്തകർ നിന്ന് കുഴഞ്ഞു പോകാനെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആ തീരുമാനത്തിൽ തുടരുന്നതാണ് അതിന് നല്ലത്.